ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ നഷ്ടം സംഭവിച്ചത് തങ്ങൾക്ക് മാത്രമെന്ന തിരിച്ചറിവിൽ കേരള ബി.ജെ.പി. കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ സജീവമായി ഇടപെട്ടതോടെ കാലങ്ങളായി ബി.ജെ.പിക്ക് പിന്തുണ നൽകിയിരുന്ന ഹിന്ദുത്വവാദികൾ ബി.ജെ.പിയോട് അമർഷത്തിലാണ്. അതേസമയം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ക്രിസ്ത്യൻ സഭകൾക്കും ബി.ജെ.പിയോട് അമർഷമുണ്ട്. സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതെന്ന ഇടത് കോൺഗ്രസ് പ്രചാരണം സഭാവിശ്വാസികളും ഏറ്റെടുത്തതോടെ ബി.ജെ.പിയുമായി ആഭിമുഖ്യം പുലർത്തിയിരുന്ന ക്രിസ്ത്യൻ സമൂഹം അകലുകയായിരുന്നു. ഒറ്റ വിഷയത്തിന്റെ പേരിൽ ക്രൈസ്തവ വിശ്വാസികളും ഹിന്ദുത്വവാദികളും ബി.ജെ.പിയോട് ഇടഞ്ഞതാണ് സംസ്ഥാന നേതൃത്വത്തെ ധർമ്മസങ്കടത്തിലാക്കുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് ക്രിസ്ത്യൻ സഭകളുടെ അക്കമഴിഞ്ഞ പിന്തുണയിലായിരുന്നു. തൃശൂർ മോഡൽ കേരളം മുഴുവൻ നടപ്പാക്കി സംസ്ഥാനം പിടിക്കാനുള്ള പദ്ധതിയിലായിരുന്നു കേരളത്തിലെ ബി.ജെ.പി. നേതാക്കളും. ആ സ്വപ്നത്തിനു മേലാണ് ഇപ്പോൾ കരിനിഴൽ വീണത്. ഇതോടെ ക്രിസ്ത്യൻ സഭകൾക്ക് നഷ്ടമായ വിശ്വാസം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞു. നേതാക്കൾ അരമനകളിൽ സന്ദർശനം നടത്താനാണ് ബി.ജെ.പി. തീരുമാനം. ഇതിലൂടെ നിലവിലുള്ള അകൽച്ച ഇല്ലാതാക്കാമെന്നാണ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. കഴിഞ്ഞ ദിവസം പാർട്ടിയിലെ ക്രൈസ്തവ നേതാക്കളുടെ പ്രത്യേക യോഗം ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിലാണ് ക്രൈസ്തവരെ വീണ്ടും ഒപ്പം കൂട്ടാൻ അരമനകളിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ക്രൈസ്തവ നേതാക്കളെ മാത്രം അരമനകളിലേക്ക് അയക്കാനാണ് പരിപാടി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിനാണ് ചുമതല. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് സുമിത് ജോർജും വിവിധ മതമേലധ്യക്ഷന്മാരെ കാണും. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാൻ നടത്തിയ നീക്കങ്ങൾ സഭാ നേതൃത്വത്തെ അറിയിക്കുകയാണ് ലക്ഷ്യം. കുറഞ്ഞത് 1 മണിക്കൂർ അരമനകളിൽ ചെലവഴിക്കാനും പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഛത്തീസ്ഗഡ് സംഭവത്തിൽ വി.എച്ച്.പി, ഹിന്ദു ഐക്യവേദി തുടങ്ങിയ സംഘടനകൾ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിനു മേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. വി.എച്ച്.പി. ദേശീയ നേതാക്കൾ തന്നെ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ ചൊവ്വാഴ്ച രംഗത്തെത്തി. കന്യാസ്ത്രീകൾക്കൊപ്പം പിടിയിലായ പെൺകുട്ടികളുടെ മൊഴിമാറ്റത്തിൽ ഗൂഢാലോചന നടന്നെന്ന ഗുരുതരമായ ആരോപണവും ഹിന്ദു ഐക്യവേദി ഉന്നയിച്ചു. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കാണിച്ച തിടുക്കം ദീർഘകാലാടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം ബി.ജെ.പി. സംസ്ഥാന നേതാക്കളും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ സംഘപരിവാർ സംഘടനകളെ പിണക്കുന്നത് ദോഷകരമാകുമെന്ന് അവർ പറയുന്നു.